ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് സേതുവിനെയും പല്ലവിനെയാണ്. അപ്പോൾ ഋതുവും സ്വാതിയും കൂടി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായി എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. അച്ഛൻ ഞങ്ങളെ എങ്ങനെ വളർത്തിയെന്നറിയോ, ഇപ്പം കാര്യങ്ങളൊക്കെ എന്തായി എന്നിങ്ങനെ ചോദിക്കുക. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു എങ്കിൽ ശ്രീഹരിയെ കൊണ്ട് അച്ഛൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതിന് നഷ്ടം നമുക്ക് മാത്രമല്ലേ ഉള്ളൂ സ്വാതി. വിരുന്ന് വന്നവര് അത് കഴിയുമ്പം പൊടിയും തട്ടി എഴുന്നേറ്റ് പോവില്ലേ എന്ന് ചോദിച്ചു. അനുഭവിക്കാനുള്ളത് നമ്മൾ മാത്രമായിരിക്കും എന്ന് ഋതുവിന്റെ അഭിപ്രായം. നിരഞ്ജന വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. പിന്നെ പ്രതിയെ പോലീസ് പിടിക്കുന്നത് കാണാനായിട്ട് കാത്തിരിക്കുവായി ഞാനും. മിടിക്കുകയാണെങ്കിൽ ഒന്ന് പിടിച്ച് കാണിക്കട്ടെ എന്നായിരുന്നു ഋതുവിന്റെ വെല്ലുവിളി. എന്നിട്ട് ഇവൾ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ഇവർക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കഷ്ടം തന്നെ എന്ന് പറഞ്ഞു. വേഗം പല്ലവി ഇങ്ങനെ നിൽക്കുകയാണ്, സേതു ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് ഒരു സംശയവും വേണ്ട സേതുട്ടാ, അവര് തന്നെയാ ഇതിന്റെ പിന്നില് എന്ന് പറഞ്ഞു. ഇത് ഋതു തന്നെയാ ഇതിന്റെ പിന്നില് എന്ന് ഉറപ്പിച്ച് പറയാണ് നമ്മുടെ പല്ലവി. വേണ്ട, തെളിവ് കിട്ടട്ടെ, എല്ലാം തെളിയട്ടെ, അതിനുശേഷം എന്നിട്ടും മതി ശിക്ഷ വിധിക്കുന്നത് എന്ന് സേതു ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ കാണുന്നത് അച്ചുവിനെയും ഹരിനെയാണ്. അപ്പൊ ഹരി നല്ല ഉറക്കത്തിലാണ്. അച്ചു ആ സൈഡിലിരുന്ന് മയങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഹരിയുടെ മുഖത്ത് ആരോ ഞെക്കി പിടിക്കുന്നതായിട്ട് ഹരി സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുന്നത്. എന്താ എന്ന് ചോദിച്ചു. സേതു ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ടാണ് വന്നത്. അതെ, അപ്പം എന്തു പറ്റി ഹരി എന്ന് ചോദിച്ച അച്ചു. അത് സ്വപ്നം കണ്ടതാ. ഞാൻ ആകെ പേടിച്ചു പോയി. അതെ, എന്നെ ആരോ കൊല്ലാൻ വരുന്നുണ്ട്, എന്തോ എനിക്ക് സംഭവിക്കും, എന്തിനാ എന്നെ അവർ ഉപദ്രവിക്കുന്നത്? ഹരി, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഹരിയുടെ തോന്നല് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല, ഹരിയുടെ ഉള്ളില് ഒരു പേടി തട്ടിയിട്ടുണ്ട്, ആ പേടി കൊണ്ട് തോന്നുന്നതായി കാര്യങ്ങളൊക്കെ എന്ന് അച്ചു ഇങ്ങനെ പറയാണ്. അപ്പം വീണ്ടും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഹരിയെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങളൊക്കെ ഇല്ലേ, ഞാനുണ്ട്, സേതുവേട്ടനുണ്ട്, പല്ലവി ചേച്ചിയുണ്ട്, പിന്നെ എന്തിനാ ഹരി പേടിക്കുന്നത്? എനിക്ക് പേടിയാവുക. ആരും ഇതിന് പിറകിലുണ്ട്, എന്നെ അവര് കൊല്ലും, ആരുമില്ല. ഹരി സമാധാനായിട്ടൊന്ന് ഉറങ്ങിക്കേ എന്നിങ്ങനെ പറഞ്ഞു. അച്ചു ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? പിന്നല്ലാതെ, ഞാൻ ഹരിയെ വിട്ടിട്ട് പോകുന്നത് എങ്ങനെയാ? പിന്നെ ഞാൻ എങ്ങനെയാ ഭാര്യയാവുന്നത്? കൂടെ തന്നെ എപ്പോഴും ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക, അപ്പൊ ദുസ്വപ്നം ഒന്നും കാണില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഹരിയെ ഒന്ന് സമാധാനിപ്പിച്ച് എന്നിട്ട് അവസാനം ഹരി ഒന്ന് ഉറങ്ങാണ് കേട്ടോ. ശോഭേനെയും മാഷിനെയാണ്. മാഷേ വാ ഭക്ഷണം കഴിക്ക എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് രണ്ടുപേരുടെ ഭക്ഷണം കഴിക്കാൻ വന്നു. എന്നിട്ട് ശോഭ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാണ് കേട്ടോ. ഇവർ രണ്ടുപേരുടെ. അവളെവിടെ? പാറു? അവള് മുറിയിലുണ്ട്, നീ വിളിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് ശോഭ മറുപടി. ബാക്കി എല്ലാ കാര്യങ്ങളും തനിച്ച് ചെയ്യാമെന്ന് അറിയാവുന്ന ആൾക്ക് വേണമെങ്കിൽ വിശക്കുമ്പോ ഭക്ഷണം കഴിക്കാനും അറിഞ്ഞോളും എന്ന് പറഞ്ഞു. സൗകര്യം ഉണ്ടെങ്കിൽ വന്ന് കഴിക്കട്ടെ. ഇനി ഇത്രയും നാള് ഞാൻ അങ്ങനെ വിചാരിച്ച് ജീവിച്ചില്ലേ, ഇനി ഞാൻ അതിന് തയ്യാറല്ല എന്നായിരുന്നു ശോഭയുടെ മറുപടി. എന്നിട്ട് ആൾക്കൊരു കൂസലില്ലാതെ ആള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പാറു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. പാറു ഇറങ്ങി വന്നപ്പോഴത്തേനും ഇവർ ഭക്ഷണം കഴിക്കുന്നു. ഇത് കണ്ടപ്പോ തന്നെ പാറുവിനാകെ സങ്കടമായി. അപ്പൊ പാറു വേഗം അടുത്തേക്ക് വന്നു. എന്നിട്ട് കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അമ്മ വിളമ്പി തരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ ശോഭയ്ക്ക് ഒരനക്കം ഉണ്ടായിരുന്നില്ല കേട്ടോ. ശോഭ ശ്രദ്ധിച്ചത് പോലും ഉണ്ടായിരുന്നില്ല പാറുവിനെ. ഭക്ഷണം വിളമ്പി തരാതിരിക്കാൻ മാത്രം അന്യായോ അമ്മേ ഞാൻ? ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് താല്പര്യമില്ലല്ലോ, പിന്നെ നിന്റെ കാര്യങ്ങൾ എന്തിനു നോക്കണം? ഇത്രയും നാളും ഊട്ടിയതിന് നീ തിരിച്ചു തന്നില്ലേ, അതുകൊണ്ടാണോ കഴിക്കാൻ പോലും എന്നെ വിളിക്കാതിരുന്നത്, അതിന് വിളമ്പി തരാതിരിക്കുന്നത് എന്ന് ചോദിച്ചു. പ്രതികാരം ചെയ്യുവാണല്ലേ എന്നോട്, അതും ചെയ്യാത്ത തെറ്റിന്? ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തന്റെ കൂടെ കറങ്ങി നടക്കാൻ നിനക്ക് മടിയൊന്നുമില്ലല്ലോ, ഉണ്ടോ? പറയുമ്പോ നീ അതും കൂടി പറ എന്ന് പറഞ്ഞു. ശോഭേ, ഭക്ഷണം കഴിക്കുമ്പോ വഴക്ക് വേണ്ട എന്ന് പറഞ്ഞു മാഷ. അവളുടെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട. അപ്പൊ പിന്നെ ഇതുപോലെ പെരുമാറാനായിട്ട് ചിലപ്പം എനിക്കും കഴിഞ്ഞു വരില്ല. ഇവളുടെ ഇഷ്ടത്തിന് പെരുമാറാൻ എന്നെ കൊണ്ടും കഴിയില്ല മാഷേ എന്ന് പറഞ്ഞു. വേണ്ട, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോ, പക്ഷേ ഞാൻ നിങ്ങളുടെ മകളല്ലാതാവുന്നില്ലല്ലോ. പക്ഷെ അത് പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല.
നാളെ ഇനിയിപ്പം അങ്ങനെ തന്നെ ആകാനാ ചാൻസ്, മാറില്ല. എന്ന് വെച്ച് എനിക്ക് പ്രത്യേക പരിഗണനയൊന്നും തരേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾ ഇങ്ങനെ പെരുമാറുമെന്ന് കരുതി ഞാൻ എന്റെ നിലപാടൊന്നും മാറ്റാനും പോണില്ല. ആ മാഷ് ഇങ്ങനെ നിൽക്കുക. തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. ഞങ്ങൾ പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതെന്റെ വിഷയമല്ല. അപ്പൊ ഞങ്ങൾ ആരുമല്ലെന്നാണോ നീ പറയണത്? എന്നല്ല ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. ഒന്നുകിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. വിശ്വസിച്ചാൽ ഞാൻ പിന്നെ ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ അവിശ്വസിക്കാം. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ ഞാൻ എന്തു പറഞ്ഞിട്ടും ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോണില്ല. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഈ വീട്ടിലെ എന്റെ സ്ഥാനം എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ പാറു അത് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാറു അങ്ങോട്ടേക്ക് കയറിപ്പോവാണ്. അപ്പൊ വേഗം തന്നെ ശോഭ വിളിച്ചിട്ട്, അതെ, നീ പട്ടിണി കിടന്നു വെച്ച് ഇവിടെ ആരുടെയും മനസ്സലിയാൻ പോകുന്നൊന്നുമില്ല. വിശ്വജിത്തുമായിട്ടുള്ള മുഴുവൻ അടുപ്പവും നീ അവസാനിപ്പിക്കണം. അല്ലാതെ ഈ ഒരു പ്രശ്നവും അവസാനിക്കാൻ പോണില്ല എന്നൂടെ ശോഭ പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. പാറു നേരെ മുകളിലേക്ക് റൂമിലേക്ക് കയറി പോവാണ്. ശോഭ അവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണത്തിന് മുന്നിലിരുന്ന് കരയാണ്. അപ്പൊ പാറു കഴിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ശോഭയ്ക്ക് വിളിക്കാനുള്ളൊരു ഇതും ഇല്ല താനും. അപ്പൊ പിന്നെ കാണുന്നത് നമ്മുടെ പാറുവിന്റെ ഫോണിലേക്ക് നമ്മുടെ പല്ലവി വിളിക്കുകയാണ്. പല്ലവി വിളിച്ചപ്പോഴത്തേനും, ഹലോ, എന്താ പാറു നീ കാണിക്കുന്നത്? നീ എന്താ ഭക്ഷണം കഴിക്കാത്തത് എന്നിങ്ങനെ ചോദിച്ചോണ്ടാണ് പല്ലവിയുടെ വിളി വരുന്നത്. ഓ, അതിനു മുൻപ് തന്നെ അവിടെ എത്തിയോ ന്യൂസ് എന്ന് ചോദിച്ചു. നീ എന്താ ഇങ്ങനായി പോയത്? എന്ത് പറ്റി? അമ്മയ്ക്കും അച്ഛനും നിന്നെ വിചാരം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതെന്താ മോളെ നീ മനസ്സിലാക്കാത്തത്? എന്റെ ഭാഗം കേൾക്കാനായിട്ട് ഇവിടെ ആരുമില്ല. പിന്നെ അതെന്താ ചേച്ചി ഒന്ന് മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചു. അമ്മ സ്നേഹത്തോടൊന്ന് സംസാരിച്ചിട്ട് എത്ര നാളായെന്ന് അമ്മയ്ക്ക് അറിയോ? ചേച്ചിക്ക് അറിയോ? ഇല്ലല്ലോ. ഭക്ഷണം എടുത്തു വെച്ചിട്ട് അറിയിച്ചില്ല. അതൊന്ന് വിളമ്പി തരാൻ പോലും ഒന്ന് കൂട്ടാക്കിയോ ഇല്ല. ഞാൻ ഈ വീട്ടിലെ ആരുമല്ലാതായി മാറിയിരിക്കുക. അങ്ങനൊന്നുമില്ല. സ്നേഹം കൊണ്ടല്ലേ അവരങ്ങനെയൊക്കെ പെരുമാറുന്നത്. എനിക്ക് കൂടി തോന്നണ്ടേ? ആദ്യമായിരിക്കും. എന്നെ വിശ്വാസമില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ ആദ്യമൊക്കെ തോന്നുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഇനി ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. പാറു, എനിക്കത് മനസ്സിലാവും. പക്ഷെ അമ്മയൊക്കെ പഴയ ആളുകളല്ലേ. അതുകൊണ്ട് അവര് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ വേണ്ടേ അത് മനസ്സിലാക്കാൻ. ഞാനിവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് ചേച്ചിക്ക് അറിയാലോ. പഠിത്തം ഒരു ഭാഗത്ത്, ജോലി മറ്റൊരു ഭാഗത്ത്. സത്യം പറഞ്ഞാല് എനിക്കൊന്ന് മനസ്സൊന്ന് തുറന്ന് സംസാരിക്കാൻ പോലും ഈ വീട്ടില് ഒരാൾ പോലും ഇല്ല. ഇപ്പോഴാ ഞാൻ ചേച്ചിയുടെ വില ഇപ്പം മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു ആശ്വാസമായിരുന്നു എന്നറിയോ. ഐ മിസ് യു ചേച്ചി എന്ന് പറഞ്ഞു. ഞാന് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് പാറു നിന്ന് കരയാണ്. പാറു, നീ എന്തായി കാണിക്കുന്നത്? നീ ഇങ്ങനെ കരയല്ലേ കൊച്ചു കുട്ടികളെ പോലെ. എല്ലാത്തിനും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാന്നേ. എന്റെ അവസ്ഥ ചേച്ചിക്ക് മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ സംസാരിക്കാം അമ്മയോട്. നീ പോയി ഭക്ഷണം കഴിക്കാൻ നോക്കുക കേട്ടോ എന്ന് പറഞ്ഞു. എടി, നിന്നെ സ്നേഹമില്ലെങ്കിൽ നീ ഭക്ഷണം കഴിച്ചില്ല എന്ന് എന്നെ വിളിച്ച് പറയുവോ? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്ന് പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും നിന്നെ വലിയ ഇഷ്ടമാണ്. അവരുടെ ഒരേ ഒരു പ്രതീക്ഷ നീ മാത്രല്ലേ പാറു. അതുകൊണ്ടാ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. നീ അതൊന്നും വലിയ കാര്യാക്കണ്ട. ദയവ് ചെയ്ത് പട്ടിണിയൊന്നും കിടക്കരുത്. നീ പോയി ഭക്ഷണം കഴിക്കണം. മനസ്സിലായോ പാറു? എല്ലാം പറഞ്ഞ് ഞാൻ ശരിയാക്കിക്കോളാം. കേട്ടല്ലോ? ശരി ചേച്ചി എന്ന് പറഞ്ഞു. ദേ, നീ ഭക്ഷണം കഴിക്കൂലോ അല്ലേ? കഴിക്കാം എന്ന് പറഞ്ഞു പാറു ഫോൺ വെച്ചു. ഇപ്പൊ തന്നെ ഞാൻ അമ്മയെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് പല്ലവി ഫോൺ വെച്ചു. എന്നിട്ട് നേരെ ശോഭയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ ശോഭ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പല്ലവിയുടെ ഫോണിന് വേണ്ടി. സംസാരിച്ചോ നീ അവളുമായിട്ട്? ഉവ്. അവൾ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചു. പട്ടിണി കിടക്കാൻ തന്നെയാണോ ഭാവം? അതോ ഭക്ഷണം കഴിക്കുവോ? അതൊക്കെ അവള് വന്ന് കഴിച്ചോളും അമ്മേ. ഭക്ഷണമല്ലല്ലോ അമ്മേ ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചു. അവൾക്ക് അവിടെ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. എന്റെ കുറ്റം കൊണ്ടാണോ? അല്ലല്ലോ, ആരുടെയും കുറ്റം കൊണ്ടല്ല. പക്ഷെ അവൾക്ക് അങ്ങനെ തോന്നുന്നു. അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു. അമ്മയ്ക്കറിയാലോ, വാശിയുടെ കാര്യത്തില് അമ്മയുടെ ഒട്ടും പുറകിലല്ല അവള് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവളെ അവഗണിക്കുന്നതും മാറ്റി നിർത്തുന്നതും ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം അത് ഗുണത്തെക്കാളേറെ ദോഷം മാത്രമേ ചെയ്യൂ. അത് മനസ്സിലാക്കമ്മേ എന്ന് പറഞ്ഞു.
എനിക്ക് ഇങ്ങനെ പെരുമാറാനേ അറിയൂ പല്ലവി. മനസ്സിലൊന്ന് പുറമെ മറ്റൊന്ന്, അതൊന്നും പെരുമാറാൻ എനിക്ക് ശോഭ ശീലിച്ചിട്ടില്ല. അഭിനയിക്കാനും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. മനസാക്ഷിയോട് നീതി പുലർത്തി ജീവിക്കാൻ എനിക്കറിയാം. ഇത്രയും കാലം ചെയ്തതും ഇനിയും എന്നെ കൊണ്ട് അങ്ങനെ തന്നെ പറ്റൂ. അമ്മേ, നിങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കഷ്ടാണ്. ഞാൻ പ്രശ്നം തീർക്കാനാ നോക്കുന്നത്. അപ്പൊ രണ്ടുപേരും സഹകരിക്കല്ലേ ചെയ്യേണ്ടത്. വിശ്വജിത്തിനെ അവള് മറക്കണം, അല്ലാതെ ഈ പ്രശ്നം തീരില്ല. അവര് തമ്മില് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമെന്നല്ലേ പാറു പറഞ്ഞത്. പാറു അങ്ങനെ പലതും പറയും. ആ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും ഇവിടെ വരെ എത്തിയത്. പിന്നെ അത് മാത്രമല്ല, ഉപേക്ഷിക്കാൻ പറ്റാത്ത എന്ത് ബന്ധമാടി അവനുമായിട്ടുള്ളത് പറ. നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടത് ആ ഒരു അടുപ്പം അവസാനിപ്പിക്കണം എന്ന് മാത്രമല്ലേ. അതിനവക്ക് പറ്റുന്നില്ല എങ്കിൽ അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ട് എന്ന് പറഞ്ഞു. പല്ലവിയും പെട്ടു. ചേച്ചിയായ നിന്നെ പറ്റിക്കാൻ പറ്റും, പക്ഷേ എന്നെ അതിന് കിട്ടില്ല എന്ന് തന്നെ പറയണം. അമ്മേ, നമ്മൾ കുറച്ചൊക്കെ അവരെ ഒന്ന് വിശ്വസിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിക്ക് പലരുമായിട്ട് സൗഹൃദം കാണും. അതിലാ ആൺകുട്ടികളും ഉണ്ടാവും പെൺകുട്ടികളും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇന്ദ്രജിത്തിന്റെ അനിയനായി പോയി എന്ന് വെച്ച് വിശ്വജിത്ത് മോശക്കാരനാന്ന് പറയാൻ പറ്റുമോ? എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. അതെ, എനിക്ക് അനുഭവം കൊണ്ട് പഠിച്ചതാ. ഇനി ഞാൻ ആവർത്തിക്കാൻ ഞാൻ അത് താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. പറ്റുമെങ്കിൽ അവളെ ഉപദേശിച്ചൊന്നും നീ നേരെയാക്കാൻ നോക്ക്. അല്ലെങ്കിലും ചെയ്യേണ്ടത് എന്താന്ന് എനിക്കറിയാം. അതെ, അമ്മ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ സംസാരിച്ച് നേരെയാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷേ സമയം കുറച്ച് വേണം. അതിനു വേണ്ടിയിട്ട് അമ്മ ആ സമയം തന്നേ പറ്റൂ. അതുവരെ പ്രശ്നങ്ങളൊന്നും വഷളാക്കരുത്. ഞാനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് ശോഭ പറഞ്ഞു. നിനക്ക് സമയവും തരാം. നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുക. ആ വാക്ക് ഇങ്ങനെ തെറ്റിക്കാൻ പറ്റരുത്. പിന്നെ ഇങ്ങനെ പട്ടിണി കിടക്കുന്നൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. അതൊന്നും ഉണ്ടാവില്ല. ഇനി അതൊക്കെ ശ്രദ്ധിച്ചോളാം. അമ്മ കുറച്ചൊന്ന് സമാധാനപ്പെട്ടാൽ മാത്രം മതി. നിന്നെ ഞാൻ വിശ്വസിക്കുക. ആ വാക്ക് തെറ്റിയാൽ എന്ന് പറഞ്ഞിട്ട് ശോഭ ഫോൺ വെച്ചു കേട്ടോ. പല്ലവി ആകെ ധർമ്മസങ്കടത്തിലായി ഇവരുടെ ഇടയ്ക്ക് കടന്ന് കളിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കാണുന്നത് അച്ചുവിനെയും അതുപോലെ തന്നെ ഹരീനെയാണ്. ഹരി ഇങ്ങനെ ഹോസ്പിറ്റലിൽ അപ്പം നേഴ്സ് വന്നിങ്ങനെ പരിശോധിച്ചു. എന്നിട്ട് വേഗം തന്നെ അവരിങ്ങനെ പറയുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പനിയൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും വേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ നേഴ്സ് അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പം അച്ചു അവിടെ നിൽപ്പുണ്ട് സൈഡില്. അതെ, പൈസ ഉണ്ടോ തൻ്റെ കയ്യിൽ? ഉണ്ട്. എന്നതും വല്ലതും മേടിക്കാനാണോ എന്ന് ചോദിച്ചപ്പം അല്ല, ബില്ലടയ്ക്കാൻ. അതിനുള്ളതൊന്നും കാണില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഇവിടുത്തെ ബില്ല് സെറ്റ് ചെയ്യും? അതൊക്കെ ആദ്യം ഡിസ്ചാർജ് ആവട്ടെ, എന്നിട്ട് വഴി ആലോചിക്കാം എന്ന് അച്ചു പറഞ്ഞു. ഉറങ്ങിയോ താൻ ഇന്നലെ? ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. പക്ഷേങ്കില് ഹരി നന്നായി ഉറങ്ങി കേട്ടോ. ഞാൻ ഹരിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഹരി നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ ഒരു പോളെ കണ്ണുപോലും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ? ഹരിയെ പോലൊരു ആളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യാണെന്നാ ചിന്തിച്ചത്. അത് വെറുതെ അച്ചു എന്ന് പറഞ്ഞു. അച്ചുവിന് എന്നെക്കാൾ നല്ലൊരാളെ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നെക്കാൾ പഠിപ്പും കാശും ഉള്ളവരെ ഒക്കെ കിട്ടുമായിരുന്നു. അതുകൊണ്ടൊക്കെ എന്താ കാര്യം ഹരി? സത്യം പറഞ്ഞാല് കിട്ടേണ്ടിയിരുന്ന നല്ലൊരു ജീവിതം നശിപ്പിക്കല്ലേ ഞാൻ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ഉടനെ ഹരി. അപ്പൊ അച്ചുവിന് ദേഷ്യാട്ടോ ശരിക്കും വരുന്നത്. ഞാൻ കാരണം തനിക്ക് വന്നേരേണ്ടിരുന്ന നല്ല ഭാവി കൂടി ഇല്ലാണ്ടായി. ദൈവം ചെയ്ത ഈ അവകർഷതാബോധം ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റൂ? ഞാൻ മറ്റുള്ളവരെക്കാളും മോശമാണ് എന്നുള്ള ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത്. ഞാൻ നല്ലതാണ്. ഹരി ആരെക്കാളും മുകളിലോ താഴെയോ അല്ല എന്ന് ചിന്തിക്ക്. അവരെല്ലാവരും ഈക്വൽ ആണ് എന്ന് ചിന്തിക്ക്. ഹരിയെ ഈ ഭർത്താവായി കിട്ടിയതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ നല്ലൊരു ഭാര്യയാണോ അല്ലേ എന്നത് പറയേണ്ടത് ഹരിയാണ്. അച്ചു നല്ല കുട്ടിയാ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അല്ല, എന്റെ പ്രശ്നമാ, എല്ലാം എന്റെ പ്രശ്നമാ. അല്ലെങ്കിൽ മതി മതി, ഇനി ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് കേൾക്കണ്ട ഒന്നും എന്ന് പറഞ്ഞു. അപ്പൊ വേഗം ഹരി എഴുന്നേക്കുക. എന്താ എഴുന്നേൽക്കണോ? ബാത്റൂമിൽ പോകാനാണോ? അപ്പൊ വേഗം തന്നെ ഹരിയെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് വേഗം ബാത്റൂമിലേക്ക് തനിയെ പൊക്കോളാം എന്ന് പറഞ്ഞു ഹരി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ കാണുന്നത് ഹരിയുടെ ഓട്ടോറിക്ഷ പരിശോധിക്കാൻ ഫോറൻസുകാർ അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ ഓരോന്നോരോന്ന് പരിശോധിച്ച് നിരഞ്ജന മേഡത്തിനോട് വിവരം കൊടുത്തു. അപ്പം നിരഞ്ജന നേരെ നമ്മുടെ സേതുവിനെയും പല്ലവിയെയും കാണാൻ പൊന്നുമടത്തിൽ എത്തിയിരിക്കുകയാണ്. എന്താണെങ്കിലും പ്രതി നല്ല വിദഗ്ധമായിട്ടാണ് പരിപാടി ചെയ്തിരിക്കുന്നത്.
തെളിവ് പോലും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന് നിരഞ്ജന ഇങ്ങനെ പറയാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടണമില്ല എന്ന് പറഞ്ഞു. അപ്പം എന്തെങ്കിലും ഒരു വഴി തെളിവായിരിക്കും മാഡം. അതെ, അത് തന്നെയാ വേണ്ടത്. എല്ലാ ക്രൈമിലും അങ്ങനെ തന്നെയാ സംഭവിക്കാറ്. എവിടെയെങ്കിലും ഒരു തൊമ്പും കിട്ടാത്ത കേസുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളെ പോലും അതിശയപ്പെടുത്തിക്കൊണ്ട് ഒരു ഓപ്പണിംഗ് അതുണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. തൽക്കാലം ഞങ്ങള് ഈ കേസിലും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിചാരിക്കാം. ഞങ്ങള് നിരാശരായിട്ട് മടങ്ങി എന്ന് തൽക്കാലം ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് നിരഞ്ജന മേഡം അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പൊ സേതുവും പല്ലവി അകത്തേക്ക് പോവാൻ തുടങ്ങിയപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു പുച്ഛിച്ച ചിരി ചിരിച്ചിട്ട്, എന്ത് പറഞ്ഞു നിരഞ്ജന മേഡം, തെളിവ് എന്തെങ്കിലും കിട്ടിയോ എന്നൊരു ചോദ്യം. എന്നിട്ട് ഇവളിങ്ങനെ ചിരിക്കാണ് കേട്ടോ, പരിഹസിച്ചൊരു ചിരി. അപ്പം എന്താ പരിഹസിക്കണ്ട നീയ, ഈ പരിഹാസം അധികകാലം ഉണ്ടാവില്ല. ഓ ശരി, ആയിക്കോട്ടെ. പിന്നെ ഈ കേസില് ഒരു തുമ്പും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുകൂടി ഇവള് കൂട്ടിച്ചേർത്തു. ഇപ്പൊ പല്ലവി ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.